ശക്തമായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സർവകക്ഷി യോഗം. എന്തു നീക്കത്തിനും സർക്കാരിന് പിന്തുണയെന്ന് പ്രതിപക്ഷം അറിയിച്ചു. അതേസമയം പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായും പ്രതിപക്ഷം ആരോപിച്ചു. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ സർക്കാർ വിശദീകരിച്ചു. കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. കർശനമായ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അറിയിച്ചു. कश्मीर के अंदर में शांति से लोग अपना व्यापार कर रहे थे, टूरिस्ट आ रहे थे, गतिविधियां चल रही थी और सब कुछ बहुत अच्छा हो रहा था. तो ये एक घटना ने माहौल जो खराब किया उसको लेकर के सबने अपना चिंता जताया है. सब पॉलिटिकल पार्टी ने अपने अपने विचार को रखा और एक चीज़ सामने में आया कि देश को एकजुट और एक आवाज़ में खड़ा रह करके बोलना चाहिए और आतंकवाद के खिलाफ में एकजुट हो करके भारत को लड़ाई लड़ना चाहिए. ये सब ने माना है. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനുണ്ട്. ഗൗതം, ഇപ്പോൾ സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുകയാണ്. തിരിച്ചടിക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പൂർണ്ണ വിശദാംശങ്ങൾ? പ്രധാനമായും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്നതായിരുന്നു സർവകക്ഷി യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നത്. പാകിസ്ഥാനെതിരെ ഇതുവരെ എടുത്ത കടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷത്തിന് മുന്നിൽ വിശദീകരിച്ചു. കടുത്ത നടപടി ഇനിയും തുടരും, സൈനികമായി ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും ഈ യോഗത്തിൽ സംസാരിച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഒപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെയും മറ്റും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷം ഈ സുരക്ഷാ വീഴ്ച എന്ന വിഷയം ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായ പിന്തുണ സർക്കാരിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വാക്കാൽ ഈ യോഗത്തിലും അതിനുശേഷം പുറത്തിറങ്ങുമ്പോഴും മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിന് എത്തിയില്ല എന്നൊരു വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി. ഒപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷ പാർട്ടികൾ സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചു. ദൃശ്യ ഗൗതമാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.